പരമാർത്ഥി കുഞ്ഞാമൻ. സഹോദരൻ ഷിബു മേൽക്കടയ്ക്കാർ രചിച്ച കുഞ്ഞാമൻ കഥകളിൽ നിന്ന് മാനുഷിക കൽപ്പനകളായ അപഹാസ്യരാക്കപ്പെടുന്ന വിശ്വാസികളുടെ അനുഭവ കഥകളുടെ ചെറുസമാഹാരം. കുഞ്ഞാമനെ വഴിയിൽ കാണുന്ന പാസ്റ്റർ കുഞ്ഞാമനോട് നടത്തുന്ന സംഭാഷണമാണ് കഥയിലുള്ളത്. എടോ കുഞ്ഞാമ. എന്താ പാസ്റ്ററേ? എടോ, തൻ്റെ മക്കൾ വായിക്കുന്നത് എന്തൊക്കെയാണെന്ന് താൻ തിരക്കാറുണ്ടോ? അതെന്താ പാസ്റ്ററേ അങ്ങനെ ചോദിച്ചത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എടോ, തൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകനുണ്ടല്ലോ, അവൻ ബാലരാമ അമർചിത്രകഥയൊക്കെയാണ് വായിക്കുന്നത്. താനിത് കാണാറുണ്ടോ? എടോ, അതിലൊക്കെ ഹൈന്ദവ പുരാണങ്ങളിലെ കഥകളൊക്കെ അല്ലേ ഉള്ളത്? അതൊക്കെ നമ്മുടെ കുട്ടികൾ വായിക്കാൻ പാടുണ്ടോ? തൻ്റെ ശ്രദ്ധക്കുറവാണ് പിള്ളേരിങ്ങനെ ആകാൻ കാരണം. പാസ്റ്ററേ, അതൊക്കെ നമ്മുടെ കുട്ടികൾ വായിച്ചു എന്ന് കരുതി എന്ത് സംഭവിക്കാനാ? എടാ കുഞ്ഞാമ, അങ്ങനെ പറയരുത്. നമ്മുടെ മക്കൾ അന്യമത ദൈവങ്ങളുടെ നാമം നാവ് കൊണ്ടുപോലും ഉച്ചരിക്കരുത്. ഞാൻ എൻ്റെ 2 മക്കളെയും അങ്ങനെയാണ് വളർത്തുന്നത്. അതുകൊണ്ടെന്താ, അവർക്കെല്ലാ വിഷയത്തിലും 100ൽ 100 മാർക്കാണ് കിട്ടുന്നത്. പാസ്റ്ററേ, അപ്പോൾ മലയാളത്തിനോ പാസ്റ്ററേ? അതെന്ത് ചോദ്യമാ കുഞ്ഞാമ? മലയാളത്തിനും അവർക്ക് ഫുൾ മാർക്കാണ്. പാസ്റ്ററേ, ഒരു സംശയം. ഈ അന്യദേവന്മാരുടെ നാമം നാവിലെടുക്കരുത് എന്നൊക്കെ പാസ്റ്റർ പറയുന്നത് ബൈബിളിൽ നിന്നുള്ള വാക്യം തന്നെയല്ലേ? അതേടോ കുഞ്ഞാമ, എന്താ തനിക്കൊരു സംശയം? താൻ വായിച്ചിട്ടില്ലേ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിലെ വാക്യം? പാസ്റ്ററേ, ആ 23-ാം അധ്യായത്തിലെ 10 മുതലുള്ള ഭാഗത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ താഴെയാണല്ലോ ഈ വാക്യം കിടക്കുന്നത്. ആ വാക്യത്തിൽ 6 സംവത്സരം നിൻ്റെ നിലം വിതച്ച് വിളവെടുത്തുകൊള്ളുക, 7ാം സംവത്സരത്തിലോ അത് ഉഴവ് ചെയ്യാതെ വെറുതെ ഇട്ടേക്കുക. നിൻ്റെ ജനത്തിലെ ദരിദ്രന്മാർക്ക് അഹോവൃത്തി കഴിക്കട്ടെ, അവർ ശേഷിപ്പിക്കുന്നത് കാട്ടുമൃഗങ്ങൾ തിന്നട്ടെ. നിൻ്റെ മുന്തിരിത്തോട്ടവും ഒലിവൃക്ഷവും സംബന്ധിച്ച് അങ്ങനെ തന്നെ ചെയ്യുക. 6 ദിവസം വേല ചെയ്യുക, 7ാം ദിവസം നിൻ്റെ കാളയും കഴുതയും വിശ്രമിപ്പാനും നിൻ്റെ ദാസിയുടെ പുത്രനും പരദേശിയും ആശ്വസിപ്പാനും വേണ്ടി നീ സ്വസ്ഥമായിരിക്കണം. അങ്ങനെ എഴുതിയിരിക്കുന്ന വാക്യത്തിൻ്റെ താഴെയല്ലേ പാസ്റ്റർ പറഞ്ഞ വാക്യമുള്ളത്? അതേ കുഞ്ഞാമ്മ, തനിക്കെന്താ സംശയം? അവിടെയല്ലേ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിലും സൂക്ഷ്മതയോടെ ഇരിപ്പീൻ, അന്യദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത്, അത് നിൻ്റെ വായിൽ നിന്ന് കേൾക്കുകയും അരുത് എന്നെഴുതിയിരിക്കുന്നത് അവിടെയാണല്ലോ. അപ്പോൾ പാസ്റ്ററുടെ വസ്തു വർഷങ്ങളായി പാസ്റ്റർ കൃഷി ചെയ്യുന്നു. ചില വർഷങ്ങൾ തരിശായി കിടക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഈ പറയുന്ന വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിലെ ആർക്കും അത് കൃഷി ചെയ്യാനായിട്ട് കൊടുക്കുന്നില്ല എന്നൊരു പരാതിയും പരിഭവമൊക്കെ ഉണ്ട്. എങ്കിലും പാസ്റ്ററേ, ഈ പറയുന്ന പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ പറയുന്ന ആ വാക്യം ഈ കഥകൾ വായിക്കരുത്, അറിയരുത് എന്ന അർത്ഥത്തിൽ തന്നെയാണോ? അത് നാമം കീർത്തിക്കരുത് എന്നൊക്കെയല്ലേ പറയുന്നത്? കുഞ്ഞാമ, ഈ തർക്കുത്തരം അത്ര നല്ലതല്ല കേട്ടോ. അല്ല പാസ്റ്റർ, ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ കഥകൾ വായിക്കരുത് എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ പാസ്റ്ററുടെ മക്കൾക്ക് എങ്ങനെയാണ് മലയാളത്തിന് ഫുൾ മാർക്ക് കിട്ടുന്നത്? അതെന്താടോ കുഞ്ഞാമ? എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ലേ? അല്ല, പഠിക്കുന്നുണ്ട്. അല്ല, അവരെ പഠിപ്പിക്കുമ്പോഴേ ഈ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും എഴുത്തച്ഛൻ്റെ രാമായണവും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽപ്പാട്ടുമൊക്കെ അവർ കാണാതെ പഠിക്കണ്ടേ? എങ്കിലല്ലേ അവർക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പിന്നെ കുഞ്ഞാമ്മ, അത് പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഫുൾ മാർക്ക് കിട്ടേണ്ട കാര്യമല്ല. അതിലൊക്കെ ദൈവം അതങ്ങ് ക്ഷമിക്കുള്ളൂ. അയ്യോ, അങ്ങനെയാണോ?